ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഈർക്കിൾ ഉപയോഗിച്ചിട്ട് ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ നമ്മൾ കുറേശ്ശെ ഉണക്കമുള്ള ഈർക്കിളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഈർക്കിൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് പാകമാക്കി എടുത്തിട്ടുണ്ട്. നമ്മളൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ബോട്ടിൻ്റെ മുകളിൽ പ്രൈമർ അടിച്ചിട്ടുണ്ട്. ഈ പ്രൈമർ നമ്മൾ ബോട്ടിൻ്റെ മുകളിൽ അടിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഈർക്കിളും ഈ കുപ്പിയായിട്ടുള്ള കോൺടാക്റ്റ് കുറച്ചുകൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ഫ്ലെക്സ് ക്യൂക്ക് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിലൊരു കോൺടാക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, കൂടുതൽ കോൺടാക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രൈമർ നമ്മളവിടെ അടിച്ചിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് താഴ്ഭാഗത്ത് നിന്ന് തുടങ്ങാം. താഴ്ഭാഗത്ത് നമ്മൾ മേലോട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ചെയ്യുക. താഴ്ഭാഗത്ത് കുറച്ച് ഫ്ലെക്സ് ക്യൂക്ക് ഉറ്റിച്ചതിന് ശേഷം മേൽഭാഗത്ത്, അതായത് മിഡിൽ ടച്ച് ആവാതെ മേൽഭാഗത്ത് കുറച്ച് ഉറ്റിച്ച് കൊടുത്തിട്ടാണ് നമ്മളിത് സ്ട്രോങ് ആക്കി എടുക്കുന്നത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ബോട്ടിൽ ആർട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് നമ്മൾ ഈ വീഡിയോ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഈർക്കിൾ വരി വരിയായിട്ട് ഇങ്ങനെ ഓരോന്നും സെറ്റ് ചെയ്തിട്ട് മേലോട്ട് നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഇങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ നീട്ടി ഇടുകയാണ് ചെയ്യുന്നത്. അവസാനമാണ് ഇതിൻ്റെ ഫിനിഷിങ്ങിലേക്ക് അതായത് കട്ടിങ്ങോ എന്താണെന്ന് വെച്ചാലും അതിലേക്ക് കിടക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഓരോന്നായിട്ട് ഇങ്ങനെ ലെയറായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് പോവുകയാണ്. ഈ ഭാഗത്ത് നിന്ന് നമ്മളിൽ നിന്നൊരു ചെറിയൊരു വീഡിയോ മിസ്സായിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ അത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ചാക്കുനൂല് മാത്രമാണ്. ചാക്കുനൂലുകൊണ്ട് നമ്മൾ താഴ്ഭാഗം, അതായത് റൗണ്ട് ചെയ്ത് ഈർക്കിൾ വെച്ചതിന് ശേഷം നമ്മൾ ഇവിടെ ചാക്കുനൂല് ഉപയോഗിക്കുന്നുണ്ട്. ചാക്കുനൂല് നമ്മൾ ഫ്ലെക്സ് ക്യൂക്ക് ഉറ്റിച്ചിട്ട് നല്ല സ്ട്രോങ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബോട്ടിലിന് ചുറ്റും നമുക്ക് ചാക്കുനൂല് കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് മുന്നേ നമ്മൾ ഈ ടോപ്പ് ഏറ്റവും മേലെ ഭാഗത്ത് നമ്മളൊരു ടാക്ക് ഇട്ട് വെച്ചിരുന്നു. അതായത് നമുക്ക് ദൂരി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ചിരുന്നു. അപ്പോൾ നമ്മൾ ആ കെട്ടയച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഫൈനൽ കട്ടിങ്ങിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഫൈനൽ കട്ടിങ്ങിന് മുന്നേ അതായത് കുപ്പിയുടെ അടപ്പ് ഭാഗം ഉണ്ടല്ലോ, അടപ്പ് ഭാഗത്തേക്കാണ് നമ്മളിതിന് കട്ടിങ് നോക്കുന്നത്. പക്ഷേ അവിടേക്ക് നമുക്ക് ഷാർപ്പായിട്ട് കട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ കുറച്ച് ലെയറായിട്ട്, അതായത് മുകളിൽ നമുക്ക് കിട്ടുന്ന ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്തിട്ട് ലാസ്റ്റ് ഫൈനൽ കട്ടിങ്ങിൽ അതിനോട് അടുപ്പിച്ച് കട്ട് ചെയ്താൽ മതി. ഇപ്പോൾ വീഡിയോയിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. നമുക്ക് കിട്ടാത്ത ഭാഗം, അതായത് നമുക്ക് അത്ര അടുപ്പിച്ച് താഴത്തേക്ക് കിട്ടാത്തതുകൊണ്ട് നമ്മൾ അതിൻ്റെ മേൽഭാഗം ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ വെട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിൻ്റെ താഴ്ഭാഗത്തേക്ക് നമുക്ക് ജസ്റ്റ് ഇറക്കി കൊണ്ടുവരാവുന്നതാണ്. അങ്ങനെ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന രീതിയിൽ കട്ട് ചെയ്യാൻ ശ്രമിക്കുക.
അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.